ഇതുവരെ ചെയ്ത എല്ലാ കർമ്മങ്ങളിലും എന്തെങ്കിലും തെറ്റുകളും കുറവുകളും ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരമായി കൽപ്പപ്രായശ്ചിത്തവും ചെയ്ത് അവഭൃതസ്നാനം കഴിഞ്ഞ് യജമാനൻ പത്നി സമേതനായി യജ്ഞശാലയിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ ഉദയനേഷ്ടിയും അത് കഴിഞ്ഞ് ഇപ്പോൾ മൈത്രാവരണം എന്ന കർമ്മയും ചേർന്ന് മൈത്രാവരണേഷ്ടിയും ഇവിടെ നടത്തുകയാണ്. അതിനുശേഷമായിരിക്കും ഈ യാഗശാല അഗ്നിഭഗവാന് സമർപ്പിക്കപ്പെടുന്നത്. തികച്ചും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നിലനിന്നിരുന്ന കൃത്യമായ പ്രകൃതി സംരക്ഷണത്തിന് ഏറ്റവും ശുദ്ധമായ പ്രകൃതിക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങളാണ് ഈ യാഗത്തിലുടനീളം നടക്കപ്പെട്ടിട്ടുള്ളത്. 3 ദിവസങ്ങളിലായി 6 തവണ ഈ യാഗശാലയിൽ പ്രവർഗ്യം എന്ന ക്രിയ ചെയ്തപ്പോൾ ഉയർന്നു വന്ന അഗ്നിഗോളം നാം പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അത് 5000 ഡിഗ്രിയോളം, ജലം തിളയ്ക്കുന്നത് 100 ഡിഗ്രി ആണെങ്കിൽ 5000 ഡിഗ്രിയോളം ചൂടുള്ള ആ പ്രവർഗ്യം എന്ന ക്രിയയിൽ നിന്ന് ഉയരുന്ന അഗ്നിഗോളം അത് അന്തരീക്ഷ ശുദ്ധീകരണത്തിന്, വായുവിലെ ദുർമാലിന്യങ്ങളെല്ലാം നീക്കാൻ കഴിവുള്ളതാണെന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ബാംഗ്ലൂരിലെ ശാസ്ത്രജ്ഞന്മാരെ വളരെ ഭദ്രമായി, നീതിയുക്തമായി, യുക്തിഭദ്രമായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത്രയ്ക്കും ശാസ്ത്രീയമായ സത്യമാണ്, ശാസ്ത്രീയമായ പ്രവർത്തനങ്ങളാണ് ഈ യാഗത്തിലുടനീളം നാം കണ്ടുവരുന്നത്. ഇത് നമ്മുടെ ഋഷിമാരുടെ, നമ്മുടെ മഹർഷിമാരുടെ ദർശനങ്ങളാണ് ഇവിടെ ഋഗ്വേദത്തിലെയും യജുർവേദത്തിലെയും സാമത്തിലെയും അഥർവത്തിലെയും ശ്ലോകങ്ങളും മന്ത്രങ്ങളുമായി ഈ യാഗത്തിലുടനീളം നാം കാണുന്നത്. പ്രകൃതിയുടെ സംരക്ഷണം, പ്രകൃതിയുടെ സന്തുലനം ഇവയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തുന്ന ഇത്തരം യാഗങ്ങളാണ് നമ്മുടെ അന്തരീക്ഷത്തെയും നമ്മുടെ മനസ്സിനെയും ഒരു പരിധിവരെയെങ്കിലും നന്മ നിറഞ്ഞതാക്കി മാറ്റുന്നത് എന്ന സന്ദേശമാണ് ഓരോ യാഗത്തിനും ഓരോ അതിരാത്രത്തിനും നൽകാനുള്ളത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്.